നമുക്കിന്നൊരു വയനാടൻ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, സവാള, കറിവേപ്പില ഇത്ര നമുക്കൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. നമുക്കിത് വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയും ഇതൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് വലിയ ജീരകം, ഉലുവ, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല അത്രയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ മൂപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ച ബീഫ് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറൊന്ന് വേവട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഇതിലേക്ക് കുറച്ചായി കല്ലിക്കൂടെ ചേർത്തെടുക്കാം. നമ്മുടെ ബീഫൊക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിളച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചോറ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളെടുക്കുന്ന അരിയുടെ എരിവിനനുസരിച്ചിട്ട് വെള്ളം എടുക്കണം. അത് തിളക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരി കഴുകിയിടാം. ഞാനിവിടെ മട്ടരി എടുത്തില്ല, അത് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകിയെടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കഴുകി വെച്ച മട്ടരി ചേർത്ത് കൊടുക്കാം. ഏതരി വേണമെങ്കിലും എടുക്കാം. മുട്ട ഉപയോഗിക്കുന്നുണ്ട്, മുട്ടയാണ്. ഏതരി വേണമെങ്കിലും എടുക്കാം. അതിനനുസരിച്ചുള്ള വെള്ളം വെച്ചാൽ മതി മാത്രം. ഇട്ടിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. നന്നായി തിളച്ചൊന്ന് വെള്ളം വറ്റി വരട്ടെ. അരിയൊക്കെ ഇട്ടെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. മസാലയും എരിവും ഉപ്പുമൊക്കെ നോക്കിയിട്ട് എല്ലാം പാകാണെന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നമുക്ക് ചോറ് അടച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ചോറിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അരിയൊക്കെ കുറേശ്ശെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അരിയും വെള്ളവും സമമായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നല്ലോണം കത്തുന്ന തീ ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം. ഇനി അധികം തീ കത്താൻ പാടില്ല. നമുക്ക് വിറകുള്ളിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ആ കനലിൻ്റെ ചൂടിൽ, അതായത് ചെറിയ സിമ്മിൽ ചോറ് വെന്തിട്ടണം. അധികം തീ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചോറ് അടിയിൽ കരിഞ്ഞു പോകും. മസാലയൊക്കെ ഉള്ളതല്ലേ, കരിഞ്ഞു പോകും. അപ്പോൾ അത് കരിയാതിരിക്കാൻ വേണ്ടി ഇനി സിമ്മിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ തീയൊക്കെ കുറച്ചിട്ടുണ്ട്. കനൽ മാത്രമേ ഉള്ളൂ. ഒരു കനലിൽ ഇരുന്നിട്ട് ചോറ് വേവട്ടെ. ഇത് നമ്മുടെ ചോറ് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വെന്തിട്ടുണ്ട്. ഒരു 3/4 വേവായി. ഒരു 10-15 മിനിറ്റ് കൂടെ തീയില്ലാതെ ഇങ്ങനെ കനലിൽ മാത്രം ഇരുന്നാൽ മതി. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് ഇറക്കി വെക്കാം. നമ്മുടെ വയനാടൻ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തൈര് സാലഡോ, പിന്നെ സാധാരണ സാലഡോ, പപ്പടോ, അച്ചാറ്, ചമ്മന്തി, അങ്ങനെ സൈഡ് ഡിഷായിട്ട് എന്തുണ്ടെങ്കിലും അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു വയനാടൻ ഇറച്ചിച്ചോറാണ് കേട്ടോ. ബീഫ് വാങ്ങുന്നവരൊക്കെ, ബീഫ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.